എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നിമിഷപ്രിയയുടെ മോചനത്തിനെക്കുറിച്ചാണ്. നമുക്കറിയാം അവരിപ്പോൾ യമനിലെ സനായിലുള്ള ഒരു പ്രിസണിലാണ്. ഈ ജൂലൈ 16-ാം തീയതി അവരുടെ എക്സിക്യൂഷൻ, അവരെ വധശിക്ഷയ്ക്ക് വിധേയയാക്കേണ്ടതായിരുന്നു. പക്ഷേ കുറേയധികം ഇടപെടലുകളെ തുടർന്ന്, അതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുണ്ട് എന്നറിയുന്നു. ഇങ്ങനെ നിരവധി ആൾക്കാരുടെ, സംഘടനകളുടെ, ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ഈ മരണശിക്ഷ എന്നത് അല്പം ദീർഘിപ്പിച്ചിരിക്കുകയാണ്. എന്നാണ് പുതിയ തീയതി എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മോചനം സാധ്യമാകുമോ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി അഥവാ മരണശിക്ഷ ഒഴിവാക്കുകയാണ് എങ്കിൽ ജയിൽ ശിക്ഷ തുടർന്നും അനുഭവിക്കേണ്ടി വരുമോ, അത് എത്ര കാലത്തേക്കാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ ഒരു വ്യക്തതയും ഇപ്പോഴുമില്ല. ഈ മരണപ്പെട്ടയാളിൻ്റെ കുടുംബവുമായി ചേർന്നുള്ള കൂടിയാലോചനകൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. ബ്ലഡ് മണിയായിട്ട് ഓഫർ ചെയ്തിരിക്കുന്ന $1 മില്യൺ അവർ സ്വീകരിക്കുമോ എന്നതിനെക്കുറിച്ച് ഉറപ്പില്ല. ഇപ്പോഴും അത് സ്വീകരിക്കില്ല എന്നും അവർക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുകയാണ് ഈ വിഷയത്തിലെ ഒരു ക്ലോഷർ എന്നാണ് അവർ പരിഗണിക്കുന്നത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വലിയ അളവിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന ആൾക്കാരോടൊപ്പമാണ്, അഥവാ നിമിഷപ്രിയയ്ക്കൊപ്പമാണ്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് എൻ്റേത്. അത് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും എനിക്കില്ല. ഈ വിഷയത്തിൽ ഞാൻ നിമിഷപ്രിയയോടൊപ്പമല്ല, നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന സംവിധാനത്തിനൊപ്പവുമല്ല. അതെന്തുകൊണ്ടാണ് എന്ന് വളരെ വിശദമായി പറയുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ എന്ത് കാരണത്താലാണ് ജയിലിൽ കിടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിമിഷപ്രിയ യമനിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു. അവിടെയുള്ള നിയമം അനുസരിച്ച് അവിടെയുള്ള ഒരു പൗരന് മാത്രമേ അവിടെ ബിസിനസ് തുടങ്ങാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലൊരു ജോയിൻ്റ് പാർട്ട്ണർഷിപ്പിൽ മാത്രമേ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ അവിടെയുള്ള ഒരു യമനി പൗരനുമായി ചേർന്നിട്ടാണ് അവർ ഈ ബിസിനസ് തുടങ്ങുന്നത്. നിമിഷപ്രിയ ഒരു നഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് അവർ ആരംഭിക്കുന്നത്. പിന്നീട് പല ഭാഷ്യങ്ങളുണ്ട്. അവരെ വളരെ മോശമായിട്ടാണ് ഇയാൾ ട്രീറ്റ് ചെയ്തത് എന്ന് പറയുന്നു. അവർക്ക് പീഡനം നേരിട്ടു എന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അവസാനം സംഭവിച്ചത് തലാൽ മെഹദി എന്ന യമനിയായിട്ടുള്ള ഈ ബിസിനസ് പാർട്ട്ണറെ നിമിഷപ്രിയ വധിക്കുകയാണ്. അതിനായി അയാളെ മയക്കാനുള്ള ഒരു മരുന്ന് അവർ അയാളിൽ കുത്തിവെക്കുന്നു. അത് വളരെ വലിയ അളവിലാണ് കുത്തിവെക്കുന്നത്. അങ്ങനെ ഓവർഡോസ് മൂലം ഈ തലാൽ മെഹദി എന്ന വ്യക്തി മരണപ്പെടുന്നു. മരിച്ചതിന് ശേഷം ഇയാളുടെ ശരീരം ഒരു കൂട്ടാളിയുമൊത്ത് 110 കഷണങ്ങളായിട്ട് നിമിഷപ്രിയ അത് മുറിക്കുന്നു. മുറിച്ചതിന് ശേഷം അതിനെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ അടക്കം ചെയ്ത് ആൾക്കാർ താമസിക്കുന്ന ഒരു കോംപ്ലക്സിലെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചതിന് ശേഷം അവരവിടെ നിന്ന് മുങ്ങുകയാണ്. പിന്നീട് ഏതാണ്ട് 1 മാസത്തിന് ശേഷം അവർ അറസ്റ്റിലാകുന്നു. ഇതേ സമയത്ത് തന്നെ ആൾക്കാർ ഈ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിനുണ്ടായിരുന്ന കംപ്ലൈൻറ്റ് കൊണ്ട് അത് വലിയ വിഷയമാക്കുന്നു. അങ്ങനെ മരണപ്പെട്ടത് ഇയാളാണ് എന്ന് DNA പരിശോധന വഴിയും അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന ചില ജുവലറിയൊക്കെ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെയാണ് അന്വേഷണം നിമിഷപ്രിയയിലേക്കും എത്തുന്നത്. അവസാനം നിമിഷപ്രിയ ഈ കൊലപാതകം സമ്മതിക്കുകയാണ്. ഇതിൻ്റെ വിചാരണയും ശിക്ഷാ നടപടിയും എല്ലാം തന്നെ യമനിലെ അതോറിറ്റി, അത് ട്രയൽ കോർട്ടിലും പിന്നീട് അവിടുത്തെ സുപ്രീം അതോറിറ്റിയുടെ ഭാഗത്തും ശരിയ നിയമം അനുസരിച്ച് തന്നെയാണ് നടന്നത്. അതിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ കുറ്റക്കാരായിട്ടുള്ള, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിക്കുന്നത്. അവരോടൊപ്പമുണ്ടായിരുന്ന ഹനാൻ എന്ന് വിളിപ്പേരുള്ള ഒരു യമനി നഴ്സുണ്ട്. അവരാണ് ഈ മൃതശരീരമെല്ലാം തന്നെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരെ സഹായിച്ചത്. അവർക്ക് ജീവപര്യന്തം ശിക്ഷയുമാണ് നൽകുന്നത്. ഇങ്ങനെ ഈ കേസ് നടന്ന 2017 മുതൽ നിമിഷപ്രിയ യമനിലെ സനായിൽ ഒരു ജയിലിലാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ടുള്ള ബ്ലഡ് മണി കൊടുത്തതിന് ശേഷം അവരുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് വാങ്ങി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മുക്തയാക്കാം എന്ന ഒരു ഓപ്ഷൻ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകളെയൊക്കെ തന്നെ ഈ നിമിഷപ്രിയയുടെ കേരളത്തിലുള്ള കുടുംബം കാണുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പണം പിരിച്ചെടുക്കുന്നു. അങ്ങനെ ആ പണം അവിടെ ഓഫർ ചെയ്യാമെന്ന് പറയുന്നു. അത് ഏതാണ്ട് $1 മില്യൺ ആണ്. എന്നാൽ ആ പണം വാങ്ങാൻ തയ്യാറല്ല എന്നുള്ള പക്ഷം തന്നെയാണ് തലാൽ മെഹദിയുടെ കുടുംബക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ മരണത്തിന്, കൊലപാതകത്തിന് പ്രതികാരം തന്നെയാണ് നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കുറഞ്ഞുള്ള മറ്റൊരു ശിക്ഷയ്ക്കും അവർ തയ്യാറല്ല, മാപ്പ് നൽകില്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത്. വ്യക്തികളുടെ, സംഘടനകളുടെ ഒക്കെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സമ്മർദ്ദത്തിലാക്കി അവരെ കൊണ്ട് ഈ ബ്ലഡ് മണി വാങ്ങുന്നതിനും ഇവർക്ക് മോചനം നൽകുന്നതിന്, മാപ്പ് കൊടുക്കുന്നതിനും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലും കോടതിയെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. കോടതി ഇതിൽ കേന്ദ്ര സർക്കാരിനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇതിൽ സാധ്യമായ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത്.
ഒപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലും എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനം എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് അത് കേരളത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമാണ് എന്നും മനുഷ്യരാശിയുടെ തന്നെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമാണ് എന്ന നിലയ്ക്കും ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്, മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ വലിയൊരളവ് വരെ ആൾക്കാരും എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു നറേറ്റീവ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, ഇപ്പോഴും ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിയമവും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള നീതിബോധവും ഈ വിഷയത്തിൽ നിമിഷപ്രിയയോടൊപ്പം നിൽക്കാനായി എന്നെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതെന്തുകൊണ്ടാണ് എന്ന് വിശദമായിട്ട് പറയാം. ഈ ഒരു കേസ് ഉണ്ടായി, അതിൽ ട്രയൽ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് നിമിഷപ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് അവർ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കൊലപാതകം നടത്തി എന്നവർ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് എല്ലാ തെളിവുകളും അവർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ആ കൊലപാതകം നടത്തി എന്ന കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് ഈ മരണപ്പെട്ട ആളുമായി ചേർന്ന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അയാളെ അവിടെ നിന്ന് കാണാതെയാകുന്നു. പിന്നീട് അയാളുടെ ശവശരീരം കഷ്ണങ്ങളായി മുറിച്ചത് വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തുന്നു. ഇതേ സമയത്ത് നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. 1 മാസത്തിന് ശേഷം അവർ അറസ്റ്റിലാകുന്നു. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി സസ്പെക്റ്റ് അവർ തന്നെയാണ്. മറ്റാരും തന്നെ ഈ കൃത്യം ചെയ്തു എന്ന് കരുതാനുള്ള ന്യായമായിട്ടുള്ള ഒരു കാരണവുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫൻസ് ഒരിക്കലും താനിത് ചെയ്തിട്ടില്ല എന്നായിരുന്നില്ല, മറിച്ച് താനിത് സ്വയം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തു എന്നാണ്. അതിനായി അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് കൊടിയ പീഡനം അവിടെ നേരിട്ടിരുന്നു. 2, അവരുടെ പാസ്പോർട്ട് ഈ തലാൽ മെഹദി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുണ്ടോ, ഇത് പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൊലപാതകമാണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. എപ്പോഴാണ് സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരാൾ ഒരു കൊലപാതകം ചെയ്യുക? ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നു, അവിടെ ഒരു സംഘർഷമുണ്ടാകുന്നു, നമ്മളെ ആരെങ്കിലും ആക്രമിക്കുന്നു. ആ സമയത്ത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാതെ സ്വയം മരിക്കാതിരിക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ സർവ്വശക്തിയും ഉപയോഗിച്ച്, ഒരുപക്ഷെ കിട്ടുന്ന ഏത് വസ്തുവും ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്നയാളിനെ നേരിടാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് ഒരു ബലംപിടുത്തം ഉണ്ടാവുകയും നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റേയാളുടെ മരണം സംഭവിച്ചാൽ അത് ഒരുപക്ഷെ സംഘർഷത്തിലുണ്ടായിരിക്കുന്ന, സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന ഒരു മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്ന രീതിയിൽ മാത്രമേ അതിനെ എല്ലാ നിയമവും ഈ ലോകത്ത് എവിടെയും കാണാറുള്ളൂ. അതാണ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കൊലപാതകം. അതായത് അവിടെ ഒരു സംഘർഷം ഉണ്ടായിരിക്കണം, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മളെ സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടി എന്നുള്ള ഒരു കാര്യം അവിടെ പ്രൂവ് ചെയ്യണം. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ഹെവി ഓവർഡോസ് ആയിട്ട് ഒരു മരുന്ന് ഈ തലാൽ മെഹദിക്ക് ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു. എന്ന് വെച്ചാൽ അയാൾ ഒരുപക്ഷെ അയാളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവരിൽ നിന്ന് ചികിത്സ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവരിൽ നിന്ന് ഈ മരുന്ന് സ്വീകരിക്കുന്നതിന് അയാൾ തയ്യാറായത്. അതായത് അവിടെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വാദം അവിടെ നിലനിൽക്കുന്നതുമല്ല എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് താൻ ഈ കൊലപാതകം ചെയ്തത്, അതല്ലാതെ മറ്റു മാർഗം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കോടതിയിൽ ഡിഫൻസ് ഇതേ വാദം തന്നെ സ്വീകരിക്കുമ്പോൾ കോടതി ഈ 2 ഘട്ടങ്ങളിലുമായി അവരോട് ചോദിച്ചിരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഈ കൊലപാതകം ചെയ്തത് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ശവശരീരത്തിനെ ഡിസ്മെമ്പർ ചെയ്തു, അതിനെ നിങ്ങൾ വെട്ടി നുറുക്കി എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വയം പ്രതിരോധ മാർഗത്തിൽ, ഒരു സംഘർഷത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ഒരാളെ മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയിരിക്കുന്ന ഒരു ആയുധമെടുത്ത് അയാളെ ആക്രമിക്കുന്നു, അങ്ങനെ അയാൾ കൊലപ്പെടുന്നു. അങ്ങനെ കൊല ചെയ്തതിന് ശേഷം നമ്മൾ എന്തിനാണ് അയാളുടെ ശരീരത്തിനെ 100-110 കഷണങ്ങളായിട്ട് നുറുക്കുന്നത്? അങ്ങനെ നുറുക്കിയിരിക്കുന്നതിൻ്റെ അർത്ഥം അത് മനഃപൂർവ്വം തന്നെ ചെയ്തുവെന്നും ആ കുറ്റം ഒളിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നതുമാണ്. ഒന്നാമത് ആലോചിച്ച് നോക്കുക, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വാദം നിലനിൽക്കില്ല. കാരണം മരുന്ന് ഓവർഡോസ് കുത്തിവെച്ചതുകൊണ്ടാണ് അയാളുടെ മരണമുണ്ടായത്. 2, അയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ ശരീരം 110 കഷണങ്ങളാക്കി അവർ നുറുക്കിയെടുക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇത് നുറുക്കിയെടുക്കുന്നത് അവരൊറ്റയ്ക്കുമല്ല. ഹനാൻ എന്ന് വിളിപ്പേരുള്ള യമനി സിറ്റിസൺ തന്നെയായിട്ടുള്ള ഒരു നഴ്സിനെ അവർ ഒപ്പം കൂട്ടുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് ഈ ശരീരത്തിനെ 100-ലധികം കഷണങ്ങളായി അവർ നുറുക്കുന്നത്. അടുത്തത് 4ാമത്തെ പോയിന്റ്, അങ്ങനെ നുറുക്കിയെടുത്തിരിക്കുന്ന കഷ്ണങ്ങളെയെല്ലാം തന്നെ അവർ സഞ്ചിയിലാക്കിയതിന് ശേഷം ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ള വെള്ളം സംഭരിക്കുന്ന വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ, ഒരു ഫ്ലാറ്റിൽ, അല്ലെങ്കിൽ ഒരു വില്ലയിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന വെള്ളത്തിൽ
ഇങ്ങനെ ഒരാളിനെ കൊന്നതിന് ശേഷം അയാളുടെ ശവശരീരം കഷണങ്ങളാക്കി എടുത്തതിന് ശേഷം അതിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള സമീപനമാണ് അവരോട് സ്വീകരിക്കുക എന്നാലോചിച്ച് നോക്കുക. അത് തന്നെയുമല്ല, അതിനുശേഷം 5ാമത്തെ കുറ്റം അവരവിടെ നിന്ന് മുങ്ങി എന്നുള്ളതാണ്. അവരവിടെ നിന്ന് പോയതിനു ശേഷം ഏതാണ്ട് 33 ദിവസം കഴിയുമ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നതും ഈ കുറ്റം അവരുടെ മേൽ ചുമത്തുന്നതും അതവർ സമ്മതിക്കുന്നതും. അപ്പോൾ ഇവിടെ യാദൃശ്ചികമായി പെട്ടെന്ന് സംഭവിച്ചു പോയ സ്വയം പ്രതിരോധത്തിനായി നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകം എന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല നമ്മൾ കാണുന്നത്. മറിച്ച് സാഹചര്യങ്ങളിൽ നിന്ന്, തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇൻറ്റൻഷനോടുകൂടി ഇങ്ങനെ ഇയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആസൂത്രിതമായി നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകമാണ് ഇത് എന്നാണ്. ഒരു നഴ്സ് എന്ന രീതിയിൽ ഒരാളിനെ മയക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ഡോസ് എത്രയായി കഴിഞ്ഞാൽ അത് ഫേറ്റലായി മാറാൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാകേണ്ടുന്ന വ്യക്തിയാണ് നിമിഷപ്രിയ. അപ്പോൾ തൻ്റെ പ്രൊഫഷനെ പോലും വഞ്ചിച്ചുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് നിമിഷപ്രിയയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആസൂത്രിതമായി ഒരാളിനെ ഓവർഡോസ് മരുന്ന് കൊടുത്ത് കൊന്നതിന് ശേഷം അയാളുടെ ശവശരീരം അവർ വികൃതമാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുവേണ്ടി കയ്യാളായിട്ട് മറ്റൊരാളിൻ്റെ സഹായം കൂടി അവർ സ്വീകരിക്കുകയാണ്. അങ്ങനെ ശരീരം 100 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിനെ സഞ്ചിയിലാക്കി ഒരു വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ആ വെള്ളം ആരുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അവരോട് യാതൊരു വിധത്തിലുള്ള കരുതലും പരിഗണനയും ഇല്ലാതെ തികച്ചും മനുഷ്യത്വ വിരുദ്ധമായിട്ട് അവരോട് പെരുമാറി എന്നുള്ളതാണ്. അടുത്തത്, ഈ കുറ്റം തൻ്റെ മേൽ ആരോപിക്കപ്പെടാതിരിക്കാൻ, താൻ പിടിക്കപ്പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങുക എന്ന ഉദ്ദേശത്തിൽ അവരവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ സ്വഭാവമാണ്, അതല്ലാതെ സ്വയം പ്രതിരോധം എന്ന രീതിയിലത്തേക്ക് ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമല്ല. ഇങ്ങനെ ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ ബ്ലഡ് മണി കൊടുത്തിട്ടാണെങ്കിലും കൊണ്ടുവരാനുള്ള കുടുംബത്തിൻ്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഈ ദൃശ്യം സിനിമയിലൊക്കെ കണ്ട് ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഒരു വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ അയാൾ ധാർമ്മികതയൊക്കെ മറന്നുകൊണ്ട് ഏതറ്റം വരെയും പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനായി സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവർ സ്വീകരിക്കും. അതിലൊരു തെറ്റും അവരെ പറയാനുമില്ല. പക്ഷേ അതെങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായി മാറുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവർ സ്വന്തം നിലയ്ക്ക് പരിശ്രമിച്ചോട്ടെ, പക്ഷേ അവരെ രക്ഷിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യത്വപരമായിട്ടുള്ള ധർമ്മം അത് നിറവേറ്റാൻ കഴിയൂ എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ആൾക്കാർ, നമ്മുടെ പൊളിറ്റീഷ്യൻസ്, പൊതുപ്രവർത്തകർ തുടങ്ങിയ ആൾക്കാരൊക്കെ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സമാനമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും ഡോക്ടർ ഓമന എന്നൊരു വ്യക്തി നടത്തിയിരിക്കുന്ന കൊലപാതക കേസ്. ഡോക്ടർ ഓമനയെ കേരളീയ പൊതുസമൂഹം, നമ്മുടെ രാജ്യം ഏത് രീതിയിലാണ് കണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ വളരെ കുപ്രസിദ്ധി നേടിയിരുന്ന തണ്ടൂർ അടുപ്പ് കൊലപാതകത്തിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഈ കേസുകളിലൊന്നും തന്നെ നമ്മുടെ പൊതുബോധം ഈ കൊലപാതകം ചെയ്ത ആൾക്കാർക്ക് അനുകൂലമായിട്ടായിരുന്നില്ല. മറിച്ച് അതിൽ ഇരയാക്കപ്പെട്ട ആളിനോടൊപ്പമാണ് നമ്മളെല്ലായ്പ്പോഴും നിന്നിരുന്നത്. ഏതൊരു കൊലപാതകവും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാകും. ആ ന്യായങ്ങൾ അവരുടേത് മാത്രമാണ്. ഒരിക്കലും അത് പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിന് ചേരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇതേ യുക്തി നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ കഷായം ഉപയോഗിച്ച് അതിൽ വിഷം കലർത്തി ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല ചെയ്തിരിക്കുന്ന ഗ്രീഷ്മയോട് ഈ പൊതുസമൂഹം സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഗ്രീഷ്മയ്ക്കൊപ്പമാണോ നമ്മൾ, അതോ കൊല്ലപ്പെട്ട ഷാരോണിനൊപ്പമാണോ നമ്മൾ എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ തന്നെ ഗ്രീഷ്മയ്ക്ക് അവരുടേതായിട്ടുള്ള പല ന്യായങ്ങളും ഉണ്ടായിരുന്നു. സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഷാരോണിൻ്റെ പക്കലുണ്ടായിരുന്നു. തുടങ്ങിയ കുറേയധികം വാദങ്ങൾ അവിടെ ഗ്രീഷ്മയ്ക്കുമുണ്ട്. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ബോധ്യം എന്നത് അങ്ങനെ ഗ്രീഷ്മ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, കൊലപാതകമല്ലാതെ മറ്റു മാർഗങ്ങൾ അവർക്കില്ലായിരുന്നു എന്ന് കരുതിക്കൊണ്ട് ഗ്രീഷ്മയ്ക്കൊപ്പം നിൽക്കുന്നതാണോ അല്ലയോ എന്ന് ചിന്തിച്ചു നോക്കുക. കൂടത്തായി ജോളി കേസ് ആലോചിച്ച് നോക്കൂ. അവർക്കും അവരുടെ കുടുംബാംഗങ്ങളെ കൊല്ലുന്നതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരെ കൊല്ലുന്നതാണോ ന്യായം, അവരോടൊപ്പമാണോ നമ്മുടെ പൊതുസമൂഹം നിന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഏതൊരു ക്രൂരകൃത്യവും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്ന ഒരു കൊലയാളിയോടൊപ്പം നിൽക്കുന്നതല്ല ശരിയായ നീതിബോധം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പൊതുബോധം ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നീതിബോധത്തിനെ മറന്നുകൊണ്ട് ആ ഒഴുക്കിനൊപ്പം നീങ്ങുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റേത് ഈ വിഷയത്തിൽ അൺപോപ്പുലർ ഒപ്പീനിയനാണ്. ഇനി ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു എങ്കിൽ അത് ഏതൊരു ഘട്ടത്തിൽ അങ്ങനെ ആവശ്യമാകുമായിരുന്നു എന്നാലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൽ കൂടി മാത്രമല്ല ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുക. 2 ആൾക്കാർ തമ്മിൽ തർക്കമുണ്ടാകുന്നു.
കൊലപാതകം ചെയ്യുക എന്നുള്ള ഉദ്ദേശമില്ല. പക്ഷേ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ പെട്ടെന്ന് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ആയുധമെടുത്ത് അപ്പുറത്ത് നിൽക്കുന്നയാളിനെ ആക്രമിക്കുന്നു, അതിൽ അയാൾ മരണപ്പെടുന്നു എങ്കിൽ അവിടെ പിന്നെയും ഒരു ഡിഫൻസ് ഉണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നില്ല, ആ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ സംഭവിച്ചു പോയതാണ്, എനിക്കിപ്പോൾ അതേക്കുറിച്ച് ഓർത്തിട്ട് കുറ്റബോധമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് പിന്നെയും മനസ്സിലാക്കാം. അങ്ങനെ സംഭവിക്കുന്ന ഒരാളിനാണ് നമ്മൾ ഇതേപോലെ ബ്ലഡ് മണി കൊടുത്ത് അവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുന്നത് എങ്കിൽ ആ നീതിബോധം എന്നത് എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം അതിൽ കൃത്യമായി ആളെ കൊല്ലണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തേത്, ഈ കേസിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഡിഫൻസ്, സ്വയം പ്രതിരോധാർത്ഥമാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നു, രാത്രിയാണ്, അവിടെ വെച്ച് നമ്മളെ ഒരാൾ ആക്രമിക്കുന്നു, ഒരുപക്ഷെ മോഷണമായിരിക്കാം അയാളുടെ ഉദ്ദേശം. പക്ഷേ ആ സമയത്ത് നമ്മളെ സ്വയം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും കാര്യമെടുത്ത് അയാളെ ആക്രമിക്കുന്നു. നമുക്ക് അയാളെ പരിചയമില്ല, മുൻവൈരാഗ്യമില്ല, ആദ്യമായിട്ടാണ് അയാളെ ഒരുപക്ഷെ കാണുന്നത് പോലും. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു പ്രവൃത്തി മൂലം മറ്റേയാളിൻ്റെ മരണം സംഭവിച്ചാലും അത് സ്വയം പ്രതിരോധാർത്ഥം ചെയ്തതാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ആ ഒരു വിഷയമായിരുന്നു നിമിഷപ്രിയയുടെ കേസിൽ ഉണ്ടായിരുന്നത് എങ്കിലും എനിക്ക് അത് മനസ്സിലാകുമായിരുന്നു. ഇനി 3, മറ്റേതെങ്കിലും തരത്തിലുള്ള മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകം. അതായത് ഒരു ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് മനഃപൂർവ്വമല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അശ്രദ്ധയുടെ ഭാഗമായി മറ്റൊരാളിൻ്റെ മരണം സംഭവിക്കുന്നു എങ്കിൽ നമ്മൾ അപ്പോഴും മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യയിലെ പ്രതിയാണ്. പക്ഷേ മനഃപൂർവ്വമായിരുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഒരു കൈത്തെറ്റ് എന്നുള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ മോചിപ്പിക്കണം, അയാൾക്ക് ബ്ലഡ് മണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും മനസ്സിലാകും. അതല്ല എങ്കിൽ ഒരു വണ്ടി ആക്സിഡൻറ്റ്, നമ്മൾ മറ്റൊരാളിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല വണ്ടിയെടുത്ത് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെയോ മറ്റൊരാളിൻ്റെയോ അശ്രദ്ധ കാരണം ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും ഒരാൾ അതിൽ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെയും മനഃപൂർവ്വമായിട്ടല്ല അത് ചെയ്തത് എന്നുള്ളൊരു ന്യായമുണ്ട്. ഇങ്ങനെയുള്ള 3-4 കേസുകളിൽ ഏതെങ്കിലും ആയിരുന്നു നിമിഷപ്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചിരുന്നത് എങ്കിൽ നിശ്ചയമായും അവർക്ക് ബ്ലഡ് മണി കൊടുത്ത് അവരെ മോചിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായത്തിനൊപ്പം തന്നെ ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്നത് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നതാണ്. ആസൂത്രിതമായിരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഇയാളെ മയക്കുന്നതിനുള്ള മരുന്ന് കൂടുതൽ അളവിൽ കണ്ടെത്തി അത് കൊടുക്കാനായിട്ട് തയ്യാറായത്? ഇത് കൊടുക്കുന്നത് ഒരു നേഴ്സാണ്, അത് അവരുടെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഏതളവ് വരെയാണ് കൊടുക്കാവുന്നത് എന്നതിനെക്കുറിച്ചും ഫെയ്റ്റലായി മാറാവുന്ന, അയാളുടെ മരണത്തിൽ കലാശിക്കുന്ന അളവ് എന്താണ്, എത്രയാണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അയാൾ മരിച്ചതിന് ശേഷം അവർ പതറിപ്പോവുകയല്ല ചെയ്തത്, മറിച്ച് സഹായത്തിന് മറ്റൊരാളെ കൂടി വിളിച്ചതിന് ശേഷം അയാളുടെ ശരീരം പല കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് പിന്നീട് ഒളിപ്പിക്കുന്നതിന് വേണ്ടി പെട്ടെന്നാരും കണ്ടെത്തുന്നില്ല എന്നുള്ള ഒരു തോന്നലിലാണ് ഒരുപക്ഷെ അത് വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പോലും അവർ തയ്യാറായത്. സ്വയം പ്രതിരോധത്തിനായിരുന്നുവെങ്കിൽ അത് ചെയ്തതിന് ശേഷം അവർക്ക് പോലീസിൽ കീഴടങ്ങാമായിരുന്നു. പക്ഷേ ഇവിടെ ശരീരം വികൃതമാക്കി അതിനെ മറവ് ചെയ്തതിന് ശേഷം അവർ ഒളിവിൽ പോവുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന ഒരു ബ്രാക്കറ്റിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് നിമിഷപ്രിയ ചെയ്തത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അതൊരു കോൾഡ് ബ്ലഡഡ് മർഡർ ആയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തത കുറവുമില്ല. നമ്മളിവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത്, ഈ കൊലപാതകം നമ്മുടെ നാട്ടിലായിരുന്നു എന്ന് കരുതുക. ഒരാൾ ആസൂത്രിതമായി കൊല നടത്തുന്നു, അതിനുശേഷം ശരീരം പല കഷ്ണങ്ങളായി മുറിക്കുന്നു, അതിനുശേഷം അതിനെ മറവ് ചെയ്യുന്നു, അതിനുശേഷം അയാൾ അവിടെ നിന്ന് മുങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരാളിനൊപ്പം നമ്മൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. നിമിഷപ്രിയയാണ് എന്ന രീതിയിലോ ഒരു സ്ത്രീയാണ് എന്ന രീതിയിലോ വിദേശ രാജ്യത്താണ് സംഭവിച്ചത് എന്നതിനെയൊക്കെ ഒരു നിമിഷം നിങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ ആ ആളിന് പരമാവധി ശിക്ഷ കിട്ടണം എന്നാണോ നമ്മൾ വാദിക്കുക, അതോ അയാളെ വിട്ടയക്കണം എന്നാണോ നമ്മൾ വാദിക്കുക? ഇനി ഈ കൊലപാതകം നടന്നിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ഉറ്റവരായിട്ടുള്ള ആർക്കെങ്കിലും ആയിരുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മുടെ സഹോദരനായിരുന്നു സംഭവിച്ചത് എന്നാലോചിച്ച് നോക്കുക. നമ്മുടെ സഹോദരനെ ആസൂത്രിതമായി കൊല ചെയ്ത് അയാളുടെ ശരീരം ഇതേപോലെ തന്നെ ഡിസ്മെമ്പർ ചെയ്ത് അതിനെ മറവ് ചെയ്ത് അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്ന ഒരാളിനോട് നമ്മൾ ക്ഷമിക്കുമോ? അയാളുടെ ഒപ്പമാണോ നമ്മൾ നിൽക്കുക, അതോ നീതിക്ക് വേണ്ടി പോരാടുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ നമുക്കൊരു നിയമവും മറ്റൊരാളിൻ്റെ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള നീതിയും എന്നുള്ള ഒരു ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ മലയാളികളുടെ ഭാഗത്ത് പ്രകടമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. ഇനി ഇതൊരു പുരുഷനായിരുന്നെങ്കിലോ? അതായത് ഈ കൊലപാതകം ചെയ്യപ്പെട്ടത് ഒരു സ്ത്രീയും ഈ കൊലപാതകം ചെയ്തത് ഒരു പുരുഷനുമായിരുന്നെങ്കിലോ എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു സ്ത്രീയെ ഏതെങ്കിലും കാരണത്താൽ മയക്കിയതിനു ശേഷം അവരെ കൊന്ന് ശരീരം വികൃതമാക്കി അതിനുശേഷം മറവ് ചെയ്ത് ഒരു പുരുഷൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും അയാളോട് സ്വീകരിക്കുക? ഒരു ചെറിയ ഉദാഹരണം ഞാനിവിടെ പറയാം. ചാക്കോയുടെ വധക്കേസാണ്.
സുകുമാരക്കുറുപ്പ് കുപ്രസിദ്ധനായിരിക്കുന്ന ആ കൊലപാതക കേസ്. പതിറ്റാണ്ടുകൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം സുകുമാരക്കുറുപ്പിനോടൊപ്പമാണോ അതോ ചാക്കോയോടും കുടുംബത്തിനോടും ഒപ്പമാണോ എന്ന് ആലോചിച്ച് നോക്കുക. സുകുമാരക്കുറുപ്പിനും ആ കൊലപാതകം ചെയ്യുന്നതിന് അയാളുടേതായിട്ടുള്ള ഒരു ന്യായമുണ്ടായിരുന്നു. ആ ന്യായം ഒരുപക്ഷെ അയാൾക്ക് മാത്രം സ്വീകാര്യമായതാകും. അത് പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിന് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ യുക്തിയും നമ്മുടെ നീതിബോധവും കൂടി പ്രവർത്തിക്കുക എന്നോർക്കുക. ഇനി ഇവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് വിദേശത്താണ് നടന്നിരിക്കുന്നത്, അവർക്കൊരു ട്രാൻസ്ലേറ്റർ സർവീസ് പോലും അവിടെ കിട്ടിയിരുന്നില്ല എന്നൊക്കെ. അവർക്ക് വേണ്ടി വാദിക്കുന്നതിനുള്ള അഭിഭാഷകനെ അവിടെയുള്ള കോടതി തന്നെയാണ് തരപ്പെടുത്തി കൊടുത്തത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളയാളാണ്. ഇവരുടെ ഡിഫൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തതുമാണ്. തന്നെയുമല്ല, നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ അവിടെയുള്ള നിയമങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് കുറ്റം, എന്താണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമല്ല. യമൻ എന്നത് ഒരു ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശിക്ഷാവിധികളെല്ലാം തന്നെ കൂടുതൽ കർശനമാണ് എന്നതിനെക്കുറിച്ച് ആ രാജ്യത്ത് ദീർഘകാലം ഉണ്ടായിരുന്ന നിമിഷപ്രിയയ്ക്ക് എന്തായാലും അറിവുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായിട്ടുള്ള ഡിഫൻസ് അല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, പല ആൾക്കാരും പറയുന്നത് ഈ മരണപ്പെട്ട തലാൽ മെഹദി എന്ന വ്യക്തി ഒരു യമനി സിറ്റിസൺ ആയതുകൊണ്ടും നിമിഷപ്രിയ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ടും അവർക്ക് അവരുടെ സിറ്റിസണെയാണ് അവരുടെ നിയമങ്ങൾ കൂടുതലായി ഫേവർ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ കാര്യത്തിൽ ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള നിമിഷപ്രിയയുടെ ഡിഫൻസ് കോടതിയിൽ പൊളിഞ്ഞതുമാണ്. കാരണം ആ സമയത്ത് കോടതി അവരോട് ചോദിച്ചത്, പ്രതിരോധാർത്ഥമാണ് നിങ്ങളിത് ചെയ്തത് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ശവശരീരം നുറുക്കിയെടുത്തത്, അതെന്തിനാണ് നിങ്ങൾ മറവ് ചെയ്ത് രക്ഷപ്പെടാനായിട്ട് പോയത് എന്നുള്ളതാണ്. സ്വയം പ്രതിരോധാർത്ഥം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കുറ്റകൃത്യമുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് നശിപ്പിക്കുന്നതിനോ അങ്ങേയറ്റം ക്രൂരമായിട്ട് ആ ശവശരീരത്തിനോട് പെരുമാറുന്നതിനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് ഓർക്കുക. ഇവിടെ ഒരു നഴ്സ് കൂടിയായിട്ടുള്ള നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് ഒരാളെ കൊന്നതിന് ശേഷം അയാളുടെ ശവശരീരത്തിനെ പോലും അവഹേളിച്ചു എന്നുള്ളതാണ്. അതിനെ 110 പീസുകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതക മനസ്സുള്ള ഒരാളിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഒരു കൂട്ടാളിയെ കൂടി സംഘടിപ്പിച്ചു എന്നുള്ളതും ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, നമ്മൾ ഈ പൗരത്വത്തിൻ്റെ പേരിൽ യമനി സിറ്റിസന് കൂടുതൽ ഫേവററ്റിസം കിട്ടുന്നു, ഇന്ത്യൻ സിറ്റിസൺ അത് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ ഈ ഹനാൻ എന്ന് വെളിപ്പേരുള്ള നിമിഷപ്രിയയുടെ അക്കംപ്ലീസ് ആയിരുന്ന ആ ഒരു നഴ്സ് യമനി സിറ്റിസൺ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് കൊല്ലപ്പെട്ട തലാൽ മെഹദി എന്നയാളും കൊലപാതകത്തിന് ശേഷം ആ ശരീരത്തിനെ ഡിസ്മെമ്പർ ചെയ്തതിന് ശേഷം മറവ് ചെയ്യുന്നതിന് സഹായിച്ചിരുന്ന ഹനാൻ എന്ന് പറയുന്ന നഴ്സും രണ്ടുപേരും യമനി സിറ്റിസൺസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് യമനി സിറ്റിസൺസിനോട് നിയമം വിവേചനപരമായി പെരുമാറി എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഈ കൂട്ടാളിയായിട്ടുള്ള യമനി സിറ്റിസണായിട്ടുള്ള ഹനാൻ എന്ന നഴ്സിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയുമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ തലാൽ മെഹദി എന്ന് പറയുന്ന ഈ വ്യക്തി കൊല ചെയ്യപ്പെടുക എന്നുള്ളത് നിമിഷപ്രിയയുടെ മാത്രം താല്പര്യത്തിലുള്ള ഒരു കാര്യമായിരുന്നു. അത് അവരുടെ മാത്രം ആവശ്യമായിരുന്നു, അല്ലാതെ ഹനാൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമായിരുന്നില്ല. ആ ആവശ്യത്തിൽ നിമിഷപ്രിയയെ സഹായിച്ചു എന്നുള്ള തെറ്റാണ് ഹനാൻ അവിടെ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് വധശിക്ഷ കിട്ടാതെ അവർക്ക് ജീവപര്യന്തം മാത്രമായത്. അതല്ലാതെ ആ നിയമം യമനി പൗരനോടും ഇന്ത്യൻ പൗരനോടും രണ്ട് രീതിയിൽ വിവേചനപരമായി പെരുമാറിയത് കൊണ്ടല്ല ഒരാളിന് കൂടിയ ശിക്ഷ കിട്ടിയതും മറ്റേയാളിന് കുറഞ്ഞ ശിക്ഷ കിട്ടിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയെ മോചിപ്പിക്കുക എന്നുള്ള ഒരു പൊതുബോധത്തിനൊപ്പം ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ നീതിബോധം എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഇറ്റാലിയൻ നാവികന്മാരുടെ കാര്യം. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു ബോട്ടിലുള്ള ചില ആൾക്കാരാണ്, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു ഇറ്റാലിയൻ കപ്പൽ എൻറിക്ക ലെക്സി എന്ന പേരിലുള്ള ഒരു കപ്പലിന് നേരെ അവരുടെ ബോട്ടിൽ അടുത്ത് പോയത്. അപ്പോൾ ആ സമയത്ത് ചില വാർണിംഗ്സ് അവർ ഇഷ്യൂ ചെയ്തു. അതിനുശേഷം ഇവരൊരു പക്ഷേ പൈററ്റ്സ് ആണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ആ കപ്പലിലുണ്ടായിരുന്ന 2 ഇറ്റാലിയൻ നാവികർ, ആ കപ്പലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഡെപ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന 2 പേർ ഇവർക്കെതിരെ നിറയൊഴിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ മരണമുണ്ടാകുന്നത്. ആ മരണത്തിനെ തുടർന്നാണ് ഈ നാവികർ ഇവിടെ അറസ്റ്റിലാകുന്നത്. അതിനുശേഷമുണ്ടായിരുന്ന വ്യവഹാര നടപടി എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലെ കോടതികളാണെങ്കിലും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണെങ്കിലും അവർ ചെയ്തിരിക്കുന്നത് തെറ്റല്ല എന്ന് കണ്ടെത്തുകയും അവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കണ്ടെത്തുകയുമാണ് ചെയ്തത്. അങ്ങനെ നിയമപരമായിട്ട് തന്നെ അവരെ ഇവിടെ നിന്ന് മോചിപ്പിച്ചു. ഒരാളിനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായി ആദ്യം മോചിപ്പിച്ചു.
രണ്ടാമത്തെ ആളിനെയും കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോചിപ്പിക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ നിയമപരമായിട്ട് അവരുടെ രാജ്യത്തിൻ്റെ കപ്പലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി എന്താണോ അത് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മോചിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ പൊതുബോധം എന്ന് പറയുന്നത് അവരെ മോചിപ്പിച്ചത് ശരിയല്ല എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വന്ന് ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ വിദേശ പൗരന്മാരായതുകൊണ്ട് തന്നെ അവരെ വിദേശത്തേക്ക് വിടേണ്ടതില്ല, ഇവിടെയുള്ള നിയമത്തിന് അവരെ വിധേയരാക്കണം എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആ നമ്മളാണ് ഇപ്പോൾ പറയുന്നത് വിദേശത്ത് വെച്ച് കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ അവിടുത്തെ നിയമത്തിൽ ശിക്ഷിക്കേണ്ട, അവരെ വെറുതെ വിട്ടേക്കൂ, ഇങ്ങ് കൊണ്ടുപോകൂ എന്നൊക്കെ. ഇനി ഈ സംഭവം തിരിച്ചായിരുന്നു എന്നാലോചിച്ച് നോക്കുക. യമനി സിറ്റിസണായിട്ടുള്ള ഒരു സ്ത്രീ ഇന്ത്യയിൽ വരുന്നു. നമ്മുടെ ഒരു അടുത്ത ബന്ധു, ആ ബന്ധുവിനൊപ്പം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നു. അവർ തമ്മിൽ എന്തോ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യമനി സിറ്റിസൺ നമ്മുടെ ബന്ധുവിനെ കൊല ചെയ്യുന്നു. കൊല ചെയ്തതിന് ശേഷം ശരീരം ഡിസ്മെമ്പർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലുള്ള വാട്ടർ ടാങ്കിൽ ഈ ശരീരം കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നു. അതിനുശേഷം അവർ കടന്നു കളയുന്നു. അവരെ നമ്മുടെ പോലീസ് സംവിധാനം ഒരു മാസത്തിന് ശേഷം പിടിക്കുന്നു. പിടിച്ചതിന് ശേഷം എന്ത് തരത്തിലുള്ള നിലപാടാണ് നമ്മൾ അവരോട് സ്വീകരിക്കുക? അവർ പൊയ്ക്കോട്ടെ, അവർ പാവാട, അവരെ വെറുതെ വിടുന്നതാണ് മനുഷ്യത്വം എന്നൊക്കെ പറയുമോ? അതോ നമ്മുടെ ബന്ധുവിന് സംഭവിച്ചിരിക്കുന്ന ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള നീതി അയാൾക്ക് ലഭിക്കണം, അയാളുടെ കുടുംബത്തിന് ലഭിക്കണം എന്നുള്ള ചിന്തയാകുമോ നമ്മളെ നയിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മുടെ കാര്യത്തിൽ നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം മറ്റൊരാളിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്കൊരു നീതി, മറ്റൊരാൾക്ക് മറ്റൊരു തരത്തിലുള്ള നിയമവും നീതിയും എന്നുള്ള ചിന്ത ഇരട്ടത്താപ്പാണ്, ഹിപ്പോക്രസിയാണ്. ഇനി ഈ വിഷയത്തിൽ ഒരു കൂട്ടരെ കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചില മാധ്യമപ്രവർത്തകർ. എന്നോട് വളരെ സ്നേഹമുള്ള ഒരു മാധ്യമപ്രവർത്തകനുണ്ട്. പണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പാവം തേഞ്ഞൊട്ടിപ്പോയ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ജേർണലിസ്റ്റ് വിളിക്കുന്നത് കുതിരമുട്ട ജേർണലിസം എന്നാണ്. കഷ്ടം. അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടായിരിക്കണം എൻ്റെ പേര് പോലും പറയാതെ, പേര് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. ആ വിമർശനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഉത്തരവാദിത്തമില്ലാതെ എഴുതുകയാണ് എന്ന്. എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ നീതിബോധവും എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നതും ഈ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നതും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെ വിലയിരുത്തുക, എന്താണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരവാദിത്ത ബോധം എന്നത്. ഒന്നാമത്തെ കാര്യം. 2, ഈ വിഷയത്തിനെ വർഗീയമായി സമീപിക്കുന്നു എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. ഇതിൽ എന്ത് തരത്തിലുള്ള വർഗീയതയാണുള്ളത്? ഇതിലൊരു വർഗീയതയുമില്ല. ഇതിൽ മതമോ ജാതിയോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല, സമുദായം ഒരു വിഷയമല്ല. ഇതിൽ നീതിബോധം മാത്രമാണ്. ഞാൻ ഇതിനോടകം തന്നെ 2 തവണ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ 3ാമതും ആവർത്തിക്കുന്ന കാര്യം, ഇത് സംഭവിച്ചത് നിങ്ങൾക്കാണ് എന്ന് കരുതുക. നിങ്ങളുടെ ഉറ്റ ബന്ധുവിന്, നിങ്ങളുടെ സഹോദരന് ആണെന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നീതിബോധത്തിനെ ഇവിടെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വർഗീയമായിട്ടുള്ള ഒരു കാര്യവുമില്ല. അത് നിങ്ങളുടെ കുതിരമുട്ട ജേർണലിസത്തിൻ്റെ ഭാഗമായി നിങ്ങൾ തന്നെ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു വർഗീയ കാർഡാണ്. 3, മോചനത്തെ എതിർക്കുന്ന മനുഷ്യവിരുദ്ധർ. നോക്കൂ, മനുഷ്യവിരുദ്ധരായിട്ടുള്ള ആൾക്കാരല്ല ഈ മോചനത്തിനെ എതിർക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ നിയമപ്രവൃത്തികളൊക്കെ തന്നെ നടക്കേണ്ടത് എന്ന് വാശി പിടിക്കുന്നതോ. അത് നിയമബോധമുള്ള, നീതിബോധമുള്ള ആൾക്കാരാണ്. ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ എന്താണ് എന്നും പ്രതിരോധാർത്ഥം ചെയ്യുന്ന ഒരു കൊലപാതകം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡിമാർക്കേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയോടൊപ്പം നിന്നെങ്കിൽ മാത്രമേ അത് മനുഷ്യത്വപരമാവുകയുള്ളൂ എന്നും മരണപ്പെട്ടയാൾ അതേതോ രാജ്യത്ത് നിന്നുള്ള ഒരാൾ, അയാൾക്ക് എന്തും സംഭവിക്കട്ടെ എന്ന് കരുതുന്നതും ആണ് മനുഷ്യത്വ വിരുദ്ധം. അല്ലാതെ നിങ്ങളിവിടെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരാളിന് വേണ്ടി കാണിക്കുന്ന ഫേവററ്റിസം അഥവാ പ്രീതിയാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അതിർവരമ്പുകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പൗരത്വവും സമുദായവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, മനുഷ്യൻ എന്ന ഗണത്തിനെ ഒന്നാകെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ബാധകമായിട്ടുള്ള പൊതുനീതി നടപ്പാക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ ഈ യമനി പൗരൻ നേരിട്ടിരിക്കുന്നത് ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ ആണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതിൽ എന്താണ് മനുഷ്യത്വം, എന്താണ് മനുഷ്യത്വ വിരുദ്ധം എന്ന്. അതുകൊണ്ട് നിങ്ങളാണ് ഇവിടെ മനുഷ്യത്വ വിരുദ്ധത കാണിക്കുന്നത്, ഞാനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത്, കേരളത്തിലെ മനുഷ്യരോട് ക്രൂരത കാണിക്കുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ വീണ്ടും ചുരുങ്ങി വന്ന് നിങ്ങളുടെ റീജിയണൽ പൊളിറ്റിക്സ് ഇവിടെ കാണിക്കുകയാണ്. കേരളത്തിലെ വ്യക്തിയോ പത്തനംതിട്ടയിലെ വ്യക്തിയോ തിരുവനന്തപുരത്തെ വ്യക്തിയോ പാലക്കാട്ടെ വ്യക്തിയോ ഒന്നുമല്ല ഇവിടെ വിഷയം. ഞാൻ പറയുന്നത് ഇത് മനുഷ്യൻ്റെ കാര്യമാണ്. ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് ഒരു കാര്യം നടപ്പാക്കുന്നു. ആ ലീഗൽ പ്രൊസീജിയറിൽ ഒരു കുറ്റവും കാണിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇവിടെ കൊലപാതകം നടത്തിയിട്ടില്ല എന്നോ ശരീരം മുറിച്ച് മറവ് ചെയ്തിട്ടില്ല എന്നോ മുങ്ങിയിട്ടില്ല എന്നോ നിമിഷപ്രിയ പോലും പറയുന്നില്ല.
അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ഇവിടെ ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ അതിൻ്റെ പേരിലാണ് ഇവിടെ വിമർശനം വരുന്നത്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു വിഷയമാണിത് എന്നൊക്കെ പറയാനായിട്ട് നിങ്ങളാരാ? കേരളത്തിൻ്റെ പ്രധാനമന്ത്രിയോ? അതുകൊണ്ട് ആ വക നമ്പറുകളൊന്നും വേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിരവധി ആൾക്കാർ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. വിവരമുള്ള ആൾക്കാർ പോസ്റ്റ് ഷെയർ ചെയ്യും. നീതിബോധം എന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ല, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എൻ്റെ നാട്ടിൽ മാത്രമല്ല ഉണ്ടാകേണ്ടത് എന്നും നീതിബോധം എന്ന് പറയുന്നതിന് വിശാലമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് എന്നും കരുതുന്ന ആൾക്കാർ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വായിക്കും, ഷെയർ ചെയ്യും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ഇത് കാണുന്നത് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രേരകമാണ്, അവരെ ഇത് മാപ്പ് കൊടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും എന്നൊക്കെയാണ് ഇയാൾ അടിച്ചുവിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ തലാൽ മെഹദിക്ക് നീതി വേണമെന്ന് വാദിക്കുന്നത് അയാളുടെ സഹോദരനാണ്, ഒരേ ചോരയാണ്. അങ്ങനെയുള്ള ഒരാളിന് നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പോസ്റ്റ് കണ്ടതിന് ശേഷം വേണോ അയാളുടെ നീതിബോധം പ്രവർത്തിക്കാൻ? ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അയാൾ നാളെ ഈ ബ്ലഡ് മണി സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചാൽ അത് നിങ്ങൾ പറഞ്ഞിട്ടാകുമോ? അല്ല. അതായത് അയാളുടെ ചിന്ത ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നീതി നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത അയാൾക്കുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബ്ലഡ് മണി വാങ്ങിയിട്ടാണെങ്കിലും വാങ്ങാതെയാണെങ്കിലും മാപ്പ് കൊടുത്തേക്കാം എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം പൂർണ്ണമായിട്ടും അയാളുടെ നീതിബോധത്തിന് മാത്രം ചേരുന്ന കാര്യമാണ്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കിട്ടണം എന്ന് അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ടാവില്ല, അല്ലെങ്കിൽ നിമിഷപ്രിയയെ വിട്ടയക്കാം എന്ന് അയാൾ നാളെ തീരുമാനിച്ചാൽ അത് നിങ്ങൾ പറയുന്നത് കൊണ്ടുമാവില്ല. അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നീതിബോധമനുസരിച്ചാണ്, അല്ലെങ്കിൽ അയാൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് അയാളോ അയാളോടൊപ്പമുള്ള ആൾക്കാരോ പറയുന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു ചിന്ത അവർക്ക് രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഇങ്ങ് കേരളത്തിലിരിക്കുന്ന എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് അവരാരും ഞാൻ മാപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പണിക്കർ പറഞ്ഞതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുക്കുന്നില്ല എന്നൊന്നും ഒരാളും തീരുമാനിക്കുകയില്ല. അയാൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് അയാളുടെ മാത്രമായിട്ടുള്ള ഒരു ചോയ്സാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും ഈ കുതിരമുട്ട ജേർണലിസം കാണിക്കുന്ന ആൾക്കാർക്ക് തലയിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതുകയാണ്. ഇനി അടുത്തത്, ഉള്ളിലെ വിഷം ഒന്ന് ഇറക്കി വെക്കുക എന്ന് പറയുന്നു. ഇതിലെവിടെയാണ് വിഷം? നീതിയുടെ കാര്യം പറയുന്ന സമയത്ത് എവിടെയാണ് വിഷം? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നിങ്ങൾ ഡോക്ടർ ഓമനയ്ക്കൊപ്പമാണോ? ഈ തണ്ടൂർ കൊലപാതകം നടത്തിയിരിക്കുന്ന ആൾക്കാർക്കൊപ്പമാണോ നിങ്ങൾ ഗ്രീഷ്മയ്ക്കൊപ്പമാണോ? നിങ്ങൾ കൂടത്തായി ജോളിക്കൊപ്പമാണോ? നിങ്ങൾ ഷെറിനൊപ്പമാണോ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങളെ ഈ സമൂഹത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ അത്രയെങ്കിലും മനസ്സിലാക്കുക. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിയമം ഒരു രീതിയിൽ പ്രവർത്തിക്കട്ടെ, മറ്റൊരു നാട്ടിലാകുമ്പോൾ നിയമം വേറൊരു രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എല്ലാ വിഷയങ്ങളിലും കാണിച്ചിട്ടുള്ള അതേ ഇരട്ടത്താപ്പ്, അതേ ഹിപ്പോക്രസിയാണ് നിങ്ങളിപ്പോഴും കാണിക്കുന്നത്. നിങ്ങളുടെ ഹിപ്പോക്രസിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശിരൂർ കേസിൽ നമ്മൾ കണ്ടത്. അർജുൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വ്യക്തി ആ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കാം, അല്ലെങ്കിൽ ആ മണ്ണിനടിയിലായിരിക്കാം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിട്ടും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും TRP വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ്? അർജുന് ജീവൻ അവശേഷിക്കുന്നുണ്ടാവും എന്നാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് അർജുൻ്റെ മാതാവ് പോലും പരസ്യമായി പറഞ്ഞ സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു യുക്തി, ഒരു ബോധം, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കില്ലാതെ പോയത്? നിങ്ങളുടെ താല്പര്യം അർജുൻ്റെ കുടുംബത്തിനോടൊപ്പം ആയിരുന്നില്ല, നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ചാനലിൻ്റെ TRP ആയിരുന്നു. ഇനി പണം വാങ്ങുക, കിട്ടുന്ന പണത്തിനനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുക, സ്വന്തം ബോധ്യങ്ങൾ മാറ്റുക, നീതിബോധം മാറ്റുക, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റുമായിരിക്കും മിസ്റ്റർ കുതിരമുട്ട ജേർണലിസ്റ്റ്. കാരണം നിങ്ങളത് മുമ്പും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ നാട്ടിലെ ഈ മരം മുറിച്ചുകൊണ്ട് പോകുന്ന കാട്ടുകള്ളന്മാരെ എതിർത്തിരുന്നത്, ചാനൽ മാറുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അവരുടെ കാലിൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ അവരെ ന്യായീകരിച്ച് മെഴുകുന്നത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പണം വാങ്ങിയതിന് ശേഷം സ്വന്തം നീതിബോധം ഓൾട്ടർ ചെയ്യുന്ന തരത്തിലുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മളെ എന്താണ് നീതിബോധമെന്നോ ഒന്നും തന്നെ പഠിപ്പിക്കാൻ വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് നിങ്ങളോടുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നേർക്കുനേർ പണ്ടത്തേതുപോലെ ഒരു ചർച്ച വരൂ, ഒരു ചാനൽ ചർച്ച നിങ്ങളുടെ ചാനൽ തന്നെ നടത്തൂ. നിങ്ങളപ്പുറത്ത് ഞാനിപ്പുറത്ത്, ഈ ഒരു കേസ് നമുക്ക് വാദിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് ഇവിടെ ഒരാളെ വെറുതെ വിടേണ്ടത് എന്നും എന്തുകൊണ്ട് അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല എന്നും നമുക്കിവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വാദിക്കാം. പണ്ടത്തെ ആ ഒരു ചർച്ച ഓർമ്മയുള്ളത് കൊണ്ട് നിങ്ങളതിന് തയ്യാറാകുമോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഇന്നേ വരെ നിങ്ങളതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് നിങ്ങളെ വിനീതമായി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ജേർണലിസം എന്ന രീതിയിൽ പടച്ചുവിടുന്ന പല വങ്കത്തരങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി പലവട്ടം പൊളിച്ചടുക്കിയിട്ടുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പലരോടും സംസാരിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയാം. അതിലുള്ള ചുരുക്ക് ഈ വിഷയത്തിൽ നിങ്ങൾ കാണിക്കേണ്ട. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇല്ലാത്ത വർഗീയത പോലും നിങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങളെയും എന്നെയും കാണുന്ന ആൾക്കാർക്കും മനസ്സിലാകും.
ഇനി നിങ്ങൾ ഏറ്റവും അവസാനം ഇതിൽ പറയുന്നത് 8 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചില്ലേ, അത് പോരെ എന്നാണ്. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് യമനിലെ അതോറിറ്റീസാണ്. അത് തീരുമാനിക്കേണ്ടത് ഒരുപക്ഷെ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളിൻ്റെ കുടുംബമാണ്. അവർക്കത് തോന്നിയാൽ ഒരുപക്ഷെ അവർക്ക് വെറുതെ വിടാനായിട്ട് സാധിക്കും. കാരണം അതാണ് അവിടുത്തെ നിയമം. അതിനുവേണ്ടി ഇവിടെ നിമിഷപ്രിയയുടെ കുടുംബം പരിശ്രമിക്കുകയും ചെയ്യും. അതിലൊന്നും തന്നെ തെറ്റ് കാണാൻ കഴിയില്ല. അവരതിനായി പല ആൾക്കാരെ സമീപിക്കും. കാന്തപുരം മുസ്ലിയാരെ പോലെയുള്ള ആൾക്കാരെ അവർ സമീപിക്കും. അദ്ദേഹത്തിന് സാധ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം നിൽക്കാനായിട്ട് അദ്ദേഹം ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. പക്ഷെ ഞാൻ ഈ പറയുന്നതൊന്നും അതിനെക്കുറിച്ചല്ല, മറിച്ച് ഈ വിഷയത്തിലെ ശരിതെറ്റുകളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ നിയമം ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അവിടെ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ തെറ്റാണ്. നീതിബോധം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ നിമിഷപ്രിയക്കെതിരാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 8 വർഷം ശിക്ഷ കൊടുക്കണോ, അവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കണോ, അവരെ വെറുതെ വിടണോ എന്നൊക്കെ ആ കോടതി തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. ആ കോടതി ആ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ആ മരണപ്പെട്ടയാളിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. ഇവിടെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞ ഉദാഹരണം പോലെ നമ്മുടെ ഉറ്റവരായിട്ടുള്ള ഒരാൾ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ പണം വാങ്ങി അയാൾക്ക് മാപ്പ് കൊടുക്കാനായിട്ട് തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇല്ല എന്നേ എനിക്ക് എൻ്റെ കാര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. അത് എത്ര പണമായാലും 1000 കോടി രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത്രത്തോളം ഉറ്റ ബന്ധമുള്ള ഒരാളിൻ്റെ മരണത്തിന് മുകളിൽ, കൊലപാതകത്തിന് മുകളിൽ ആ പണം വാങ്ങിക്കൊണ്ട് മാപ്പ് തരാം എന്ന് ചിന്തിക്കുന്ന ഒരു നീതിബോധമല്ല എൻ്റേത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഈ വീഡിയോ കാണുന്ന നിരവധി ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് എങ്കിൽ അതിന് നിങ്ങൾ പണം വാങ്ങേണ്ടുന്ന ആവശ്യമുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവരിൽ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ആൾക്കാരോടെല്ലാം തന്നെ താൻ ക്ഷമിച്ചിരിക്കുന്നു, തൻ്റെ കുടുംബം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് സോണിയാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവാണ്. സോണിയാഗാന്ധി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷമല്ലല്ലോ അത് പറയുന്നത്. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള നീതിബോധമാണ്. അവരാ പറഞ്ഞിരിക്കുന്നതായിരിക്കണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നീതിബോധം എന്ന് യാതൊരു വിധത്തിലുള്ള അർത്ഥവും അതിനില്ല. പക്ഷേ ഇവിടെ ശരിയ നിയമപ്രകാരം ആ കുടുംബം എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഇതിലെ ഗവൺമെൻറ്റിൻ്റെ, ഭരണകൂടത്തിൻ്റെ, കോടതിയുടെ ഒക്കെ നീതിബോധം, അല്ലെങ്കിൽ അതിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന പവർ അങ്ങനെ ആ കുടുംബത്തിനുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ബ്ലഡ് മണി പ്രസക്തമാകുന്നത്. അതല്ല എങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങൾക്കെല്ലാം തന്നെ പരിധിയുണ്ട് എന്നും നിയമപ്രകാരമാണ് ഒരു നാട്ടിലെ നീതി നിർവഹിക്കപ്പെടേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇനി തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ആൾക്കാർക്ക് തെറ്റായിട്ടുള്ള പല സന്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് എന്നതും ആലോചിച്ച് നോക്കുക. ഡ്യൂ പ്രോസസ് വഴി ട്രയൽ കോർട്ടും ഉന്നതാധികാര സമിതിയും എല്ലാം തന്നെ തീരുമാനിച്ച് വിവിധ ലെയറുകളിലായി അപ്രൂവൽ നടത്തി അവരുടെ നിയമത്തിന് ചേരുന്നത് എന്ന് അവർ കണ്ടെത്തിയതിന് ശേഷം നടപ്പാക്കപ്പെടാനായിട്ട് പോകുന്ന ഒരു വധശിക്ഷ ആ രാജ്യം തന്നെ വേണ്ട എന്ന് വെക്കുകയാണ് എങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് ആ നാട്ടിലുള്ള ആൾക്കാരോട് അവർ കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് അവരാണ് ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ ഇതിൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ടേക്കാം. അതല്ല എങ്കിൽ ഇതിൽ ജീവപര്യന്തമായിട്ടോ മറ്റേതെങ്കിലും ഒരു തടവ് ശിക്ഷയായിട്ടോ ഇതിനെ അവർ കമ്മ്യൂട്ട് ചെയ്തേക്കാം. അതുമല്ല എങ്കിൽ അവർ വെറുതെ വിട്ടേക്കാം. പക്ഷെ ഞാൻ അതൊന്നുമല്ല പറയുന്നത്. അതെല്ലാം തന്നെ അവിടെയുള്ള ആ കുടുംബത്തിൻ്റെയും ആ നാട്ടിലെ നിയമത്തിൻ്റെയും ഒക്കെ തന്നെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കട്ടെ. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആൾക്കാർ ശ്രമിച്ചോട്ടെ. ഇവരുടെ കുടുംബം ഇവിടെ നിന്ന് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. അവർക്ക് മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഈ വിഷയത്തിലെ നീതിബോധം എന്നൊരു കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് നിമിഷപ്രിയയോടൊപ്പം നിൽക്കാനായിട്ട് സാധ്യമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതെൻ്റെ ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പ് കുതിരമൊട്ട സ്പിന്നർ ജേർണലിസ്റ്റുമാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.